إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة مباركة إنا كنا منذرين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മുത്തഖീം മുഅ്മിനുമായി ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുക. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, യൗമുൽ ആഖിറ. അവിടെ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. റയ്യാൻ എന്ന കവാടത്തിലൂടെ അല്ലാഹുവിന്റെ അടുത്തേക്ക് കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടി പണിയെടുക്കണം. വിശുദ്ധ ഖുർആൻ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകതയായിക്കൊണ്ട് ഒരു അധ്യായം തന്നെ അവതരിക്കുകയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. എന്താണ് ലൈലത്തുൽ ഖദ്ർ? നിനക്കറിയുമോ അതിന്റെ പ്രത്യേകത? അല്ലാഹു പിന്നെയും നമ്മെ ഒന്ന് തട്ടി ഉണർത്തുകയാണ്. എന്താണ് അർത്ഥം? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഒരാള് 83 വർഷക്കാലം നിരന്തരമായി ആരാധനകളിൽ മുഴുകുകയും ആ സൽപ്രവർത്തനം അല്ലാഹു പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്താൽ അല്ലാഹു അവന് നൽകുന്ന പ്രതിഫലം എത്രയുണ്ടോ അതിന് തത്തുല്യമായ പ്രതിഫലമാണ് ലൈലത്തുൽ ഖദ്റിന്റെ ഒരു രാത്രിയിൽ ഒരാൾ സൽപ്രവർത്തനങ്ങളിൽ ആരാധനകളിൽ മുഴുകിയ എന്ന് സൂചിപ്പിക്കുകയാണ്. ഉംറുഹു സലാസുൽ സമാനുന സന. 83 വർഷക്കാലം നിരന്തരമായിട്ട് ഇബാദത്തിലാണ്. അള്ളാഹു അത് പരിപൂർണമായിട്ട് സ്വീകരിക്കുന്നുവെങ്കിൽ തത്തുല്യമാണ് ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഓർത്തുപോയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ പ്രത്യേകമായിട്ട് വിളിച്ചുണർത്തുമായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്. ഇദാ ദഖല അൽ-അശ്ർ അഹിയ al-ലൈല വശദ്ദ al-മിസ്റ വഅയ്ഖദ അഹ്ലഹ. അവസാനമായി കഴിഞ്ഞാൽ അവസാനത്തെ 10 ആകുമ്പോൾ നമുക്ക് ക്ഷീണം കൂടും സ്വാഭാവികമായിട്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ അതിൽ
വ്യാപൃതനാകും, ആരാധനയിൽ മുഴുവൻ പ്രവാചകനാണ്. മാത്രമല്ല ഷദ്ദൽ മീസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അരയെടുപ്പുണ്ടല്ലോ, അതൊന്ന് മുറുക്കിയെടുക്കും. മലയാളത്തിലെ ശൈലിയുണ്ട്, അരയും തടയും മുറുക്കിയത്. ഒന്നുകൂടെ അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമെന്നാണ്. ഒരുപാട് ചുറ്റുപാടുകൾ, പെരുന്നാളിന്റെ ആലോചനകൾ, കുട്ടികൾക്ക് വസ്ത്രമെടുക്കുന്നതിനെ കുറിച്ച്, ഭൗതികമായ സൗകര്യങ്ങളെ കുറിച്ച്, ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല പ്രവാചകൻ ഒന്നുകൂടെ ആരാധനയിലേക്ക് തന്റെ കുടുംബത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു നിർത്തുമായിരുന്നു എന്നാണ്. ആരംഭത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളെ അതിലേക്ക് വിളിച്ചു നിർത്തിക്കൊണ്ട് ആ കാര്യത്തിലേക്ക് അടുപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ അതിന്റെ പ്രത്യേകത? വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, അനുഗ്രഹീതമായിരിക്കുന്ന ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് നാം ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. നാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, താക്കീത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എല്ലാ കുടുംബാംഗങ്ങളെയും അതിനു വേണ്ടി ഭാര്യമാരെ ഒരുക്കിയിരുന്നു എന്നാണ്. ലൈലത്തുൽ ഖദറിന്റെ ദിവസം എന്നാണ് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടില്ലായിരിക്കും. ഒറ്റയായിട്ടുള്ള രാത്രികളിൽ അത് പ്രതീക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റമദാനിന്റെ അവസാനത്തെ 10 കഴിഞ്ഞാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ താല്പര്യപ്പെടുത്തു മാത്രമല്ല, തന്റെ കുടുംബത്തെ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ സൂചിപ്പിക്കുന്നത്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഖു അൽ-അശ്റ അൽ-അവാഖിർ മിൻ റമദാൻ